പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യെശയ്യായുടെ പുസ്തകം 65 അധ്യായം 16 വാക്യം. മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ മുൻകാലങ്ങളെ മറയ്ക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പുത്രനായ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തിന്മയുടെ കോട്ടകൾ തകരട്ടെ, പൈശാചിക പീഡകൾ നിർവീര്യമാകട്ടെ, അന്ധകാര ബന്ധനങ്ങൾ പൊട്ടിച്ചിതറട്ടെ, എല്ലാ തരത്തിലുള്ള പാപത്തിൻ്റെ കോട്ടകളും തകരട്ടെ. ദൈവമായ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, കുടുംബ കലഹങ്ങൾ വിട്ടുപോകട്ടെ, ആത്മീയ ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവിൻ്റെ ശക്തിയാൽ എല്ലാ കുടുംബങ്ങളിലും വിടുതലിൻ്റെ അഭിഷേകം വ്യാപിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
കർത്താവേ, ഇപ്പോൾ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, വചനാഭിഷേകം നിറയട്ടെ, കൃപാഭിഷേകം നിറയട്ടെ, ദൈവികാഭിഷേകം നിറയട്ടെ, ആന്തരിക ജ്ഞാനം നിറയട്ടെ. ദൈവത്തിൻ്റെ സ്പർശനങ്ങളാൽ എല്ലാ ഹൃദയങ്ങളും സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് തകർന്ന, ജീവിതത്തിൽ ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കായൻ. അദ്ദേഹം തൻ്റെ ജീവിതത്തിലൊരു പ്രത്യേക സാഹചര്യത്തിൽ വലിയൊരു തിന്മയ്ക്ക് അടിമപ്പെട്ടു. തൻ്റെ സഹോദരനായ ആബേലിനെ കൊല ചെയ്തു. തൻ്റെ സഹോദരനെ കൊല ചെയ്ത ആ നിമിഷം മുതൽ കായൻ്റെ ജീവിതത്തിന് മനസമാധാനം നഷ്ടപ്പെട്ടു. അവൻ ഈ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായി. അവൻ്റെ മേൽ ദൈവിക ശാപം വന്നു. അവൻ ഈ ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ഭാരവും ചുമക്കാൻ തക്കവണ്ണം ദൈവം അവൻ്റെ നന്മകളിലേക്ക് ഇടപെട്ടു. ദൈവം പറഞ്ഞു, നീ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും, നിൻ്റെ സഹോദരൻ്റെ രക്തം ഈ ഭൂമിയിൽ കടന്ന് നിലവിളിക്കുന്നു. കായൻ ഒരുപാട് ഭാരങ്ങൾ പേറുന്നവനായി മാറി. അവൻ്റെ ജീവിതത്തിൻ്റെ സുഖം അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി മറഞ്ഞു. അവൻ്റെ മനസ്സിൻ്റെ സുഖം അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി മറഞ്ഞു. അവൻ്റെ ശരീരത്തിൻ്റെ സുഖം അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി മറഞ്ഞു. അവൻ ദുരിതത്തിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതലായി. പ്രൈസ് ദി ലോർഡ്. അവൻ ഞെരുക്കത്തിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതലായി. അങ്ങനെ ദുരിതത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും നടുവിലിരുന്ന് അവൻ നിലവിളിച്ച്. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തെ വിളിച്ച്, അവൻ യഹോവയെ വിളിച്ച്, അവൻ സർവശക്തനെ വിളിച്ച്. അപ്പോൾ അവൻ്റെ പിതാവായ ദൈവം അവൻ്റെ അടുത്ത് വന്നു. അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് വഹിക്കാവുന്നതിലധികമാണ് ഈ ഭാരം, ഞാൻ എങ്ങനെ ജീവിക്കും? ദൈവത്തിൻ്റെ അരികിൽ ആ പൈതൽ കരഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവനെ ഏറ്റെടുത്ത്, ദൈവം അവനെ ആശ്വസിപ്പിച്ച്, ദൈവം അവൻ്റെ മേൽ തൻ്റെ മുദ്ര വെച്ചിട്ട് പറഞ്ഞു, നിന്നെ ആരും ഉപദ്രവിക്കാതിരിക്കട്ടെ. കായനെ ഉപദ്രവിക്കാതിരിക്കാൻ തക്കവണ്ണം കായൻ്റെ സംരക്ഷണ ചുമതല എടുത്ത ദൈവം തൻ്റെ മുദ്രയെ അവൻ്റെ മേൽ പതിച്ച്. പ്രൈസ് ദി ലോർഡ്. കായൻ തൻ്റെ കഴിഞ്ഞ യുഗം, തൻ്റെ കഴിഞ്ഞ തകർച്ചയുടെ കാലം മറക്കാൻ തക്കവണ്ണം ദൈവം അവന് ഒരു പുതിയ യുഗം നൽകി. പ്രൈസ് ദി ലോർഡ്. അവനെ ഒരു വലിയ വംശമായി ഭൂമിയിൽ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് തരത്തിലുള്ള അന്ധകാരത്തിൻ്റെയും ശാപത്തിൻ്റെയും തകർച്ചയുടെയും പാപത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒരുപാട് തരത്തിലുള്ള നാരകീയ പീഡകളുടെയും നടുവിൽ അകപ്പെട്ട് തകർന്നുകൊണ്ടിരുന്ന കായൻ്റെ ജീവിതത്തെയാണ് ദൈവം ഇതുപോലെ രൂപാന്തരപ്പെടുത്തിയത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മുടെ പഴയ കാലങ്ങളിൽ നിന്ന് ഒരു പുതിയ യുഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ സാവൂൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ മാർഗത്തെ സ്വീകരിച്ച അനേകം സ്ത്രീ പുരുഷന്മാരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്ത പാതകത്തിൻ്റെ ഉടമയാണ് സാവൂൾ. അദ്ദേഹം ഡമാസ്കസ് എന്ന ദേശത്ത് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ പീഡിപ്പിക്കാനും കൊല്ലാനുമുള്ള അധികാരപത്രത്തോടുകൂടെ പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ആളുകളെ കൊന്നതിൻ്റെ രക്തച്ചൊരിച്ചിലിൻ്റെ ശാപവും പാപവും അദ്ദേഹത്തിൻ്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് ദുരിതത്തിൻ്റെ മനുഷ്യനാണ് അദ്ദേഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. അദ്ദേഹം ഒരു നാൾ ദൈവത്തെ അറിഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം യേശുവേ എന്ന് വിളിച്ചു. യേശു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. അദ്ദേഹത്തിനൊരു പുതിയ യുഗം യേശു നൽകി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ യുഗത്തിൽ നിന്ന് ഒരു പുതിയ യുഗത്തിലേക്ക് യേശുക്രിസ്തു അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തി. ഇന്ന് അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ആളായി മാറി. ഇന്ന് അദ്ദേഹം അതിരം തുറക്കുമ്പോൾ സ്വർഗത്തിന് ജ്ഞാനം കിട്ടാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരം മാറി പ്രകാശത്തിൽ അദ്ദേഹം ആയി. അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നതിനെയാണ്, അദ്ദേഹം പോകുന്ന വഴി അദ്ദേഹത്തിൻ്റെ ടവൽ സ്പർശിച്ചെങ്കിൽ മാത്രയിൽ രോഗികൾ സൗഖ്യം പ്രാപിച്ചിരുന്നു. അംഗവസ്ത്രങ്ങൾ സ്പർശിക്കുമ്പോൾ തന്നെ രോഗികൾ സുഖം പ്രാപിക്കുമായിരുന്നു. അതുപോലെ സാവൂളിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ യുഗം നൽകി. അദ്ദേഹത്തിൻ്റെ വാക്കിന് വിലയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിന് പോലും വിലയുണ്ടായി.
അദ്ദേഹം ഒരു പുതിയ യുഗത്തിൽ അദ്ദേഹം ദൈവത്തോട് കൂടെ ജീവിച്ച്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് സൗൾ ഓർക്കും, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു പണ്ടത്തെ യുഗം. എന്നാൽ ദൈവം അദ്ദേഹത്തെ ഒരു പുതിയ യുഗത്തിന് ഉടമയാക്കി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നവർക്ക് നിത്യരക്ഷ, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെ സ്പർശിക്കുന്നവർക്ക് പോലെ രോഗസൗഖ്യം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗൾ ദൈവത്തോടു കൂടെ ഒരു പുതിയ യുഗത്തിൽ ജീവിച്ചു. മോശ പ്രവാചകൻ മറ്റൊരു വ്യക്തിയാണ്. ഉഗ്രകോപിഷ്ഠനും ഒറ്റയടിക്ക് ഒരു ഈജിപ്തുകാരനെ കൊല ചെയ്ത് മണ്ണിൽ കുഴിച്ചു മൂടിയനുമാണ് മോശ പ്രവാചകൻ, മോസസ്. പ്രൈസ് ദ ലോർഡ്. ഫറവോയുടെ കൊട്ടാരത്തിൽ ഈ ലോകത്തിൻ്റെ ജഡത്തിന് നൈനിമിഷിക സുഖങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്നവനായ മോശ, എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ദൈവം ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ദൈവം ഒരു പുതിയ യുഗം നൽകി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ദൈവം അദ്ദേഹത്തിന് വിലയും നിലയും നൽകി. ഇന്ന് മോശ പ്രവാചകൻ എന്തു പറഞ്ഞാലും ശ്രദ്ധിക്കാൻ തക്കവിധം ദൈവജനത്തിൻ്റെ കാതുകളെ മോശയിലേക്ക് തിരിക്കാൻ തക്കവണ്ണം മോശയ്ക്ക് ദൈവം അത്ഭുത പ്രവർത്തന വരം നൽകി. പ്രൈസ് ദ ലോർഡ്. അത്ഭുത പ്രവർത്തന വരം നൽകി, സൗമ്യത നൽകി, ശാന്തത നൽകി, അധികാരം നൽകി, അഭിഷേകം നൽകി. ദൈവം മോശയെ ഒരു പുതിയ യുഗത്തിലേക്ക് കൈപിടിച്ച് നടത്തി. മോശയ്ക്ക് ഒരു പഴയ യുഗം ഉണ്ടായിരുന്നു. തൊട്ടതിനൊക്കെ ദേഷ്യപ്പെടുന്ന ശുണ്ഠിക്കാരൻ, അരിശക്കാരൻ, പലതരത്തിലുള്ള ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ലോകത്തിൻ്റെ ഒരു മനുഷ്യൻ. എന്നാൽ കഴിഞ്ഞ കാലങ്ങളെ ദൈവം മറച്ച്, കഴിഞ്ഞ കാലങ്ങളെ മറക്കാൻ തക്കവിധം ദൈവം ഇടപെട്ട് ഒരു പുതിയ യുഗത്തിൽ ദൈവത്തോടു കൂടെ ജീവിക്കാൻ ദൈവം മോശയ്ക്ക് വാതിൽ തുറന്നു കൊടുത്ത്. പ്രൈസ് ദ ലോർഡ്. മോശയ്ക്ക് ഒരു പുതിയ യുഗം ഉണ്ടായിരുന്നു, ദൈവത്തോടു കൂടെയുള്ള ഒരു പുതിയ യുഗം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. അഗസ്തീനോസ് മറ്റൊരു മനുഷ്യനാണ്. കാർത്തേജ് പട്ടണത്തിൻ്റെ പാപം മുഴുവൻ കുന്നുകൂട്ടിയ മനുഷ്യൻ, പാപത്തിൻ്റെ മൂർത്തി. അവിഹിത ബന്ധത്തിൽ ഒരു കുഞ്ഞു പോലും ജനിച്ച് അങ്ങനെ ഒരുപാട് പാപത്തിൻ്റെ കൂടായി തീർന്ന അഗസ്തീനോസ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു പുതിയ യുഗം ദൈവം നൽകി. കഴിഞ്ഞ കാലങ്ങളെ മറക്കാൻ തക്കവണ്ണം ദൈവം പാപത്തിൻ്റെ പടുകുഴിയിൽ കടന്നിരുന്ന, പാപത്തിൻ്റെ കൂടായി കടന്നിരുന്ന അഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ദൈവത്തിൻ്റെ സന്ദർശന സമയത്ത് തിരിച്ചറിഞ്ഞപ്പോൾ അഗസ്തീനോസ് യേശുവേ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞു. തൻ്റെ പാപത്തെ ഓർത്ത് അനുതപിച്ച് ദൈവം കരം നീട്ടിയപ്പോൾ അഗസ്തീനോസ് ആ കരത്തിൽ കയറി പിടിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഗസ്തീനോസ് സഭയിലെ മഹാവിശുദ്ധനായി മാറി. അഗസ്തീനോസ് കാർത്തേജ് പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ, അഗസ്തീനോസ് നടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ കഠിന പാപികളുടെ ഹൃദയത്തിൽ അനുതാപം വന്ന് അവർ അനുതാപ കണ്ണുനീരൊഴുക്കിയിരുന്നു എന്ന് ചില ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഗസ്തീനോസിൻ്റെ പാപത്തിൻ്റെ ഒരു യുഗത്തിൽ നിന്ന് അഗസ്തീനോസ് ദൈവത്തോടു കൂടി ഒരു പുതിയ യുഗത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന് കഴിഞ്ഞ കാലങ്ങളെ മറക്കാൻ ദൈവം ഇടവരുത്തി. കഴിഞ്ഞ പാപങ്ങളെ മറക്കാൻ ദൈവം ഇടവരുത്തി. കഴിഞ്ഞ പാതകളെ മറക്കാൻ ദൈവം ഇടവരുത്തി. ഒരു പുതിയ യുഗത്തിൽ ഒരു പുതിയ പാത, ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ ജീവിതം, ദൈവത്തോട് കൂടെയുള്ളൊരു ജീവിതം, ഒരു വിശുദ്ധ ജീവിതം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഗസ്തീനോസ് ഒരു വലിയ വിശുദ്ധനായി മാറി. ഹല്ലേലൂയ. ഒരു മഹാവിശുദ്ധനായി അഗസ്തീനോസ് മാറി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരൊന്നും നന്നായി തുടങ്ങിയവരായിരുന്നില്ല, എന്നാൽ എല്ലാവരും നന്നായി അവസാനിപ്പിച്ച്. ഇവരൊന്നും നന്നായി തുടങ്ങിയവരായിരുന്നില്ല, എന്നാൽ എല്ലാവരും നന്നായി അവസാനിപ്പിച്ചവരായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തോടുകൂടെയുള്ള പുതിയ യുഗത്തിൽ അവർ പുതിയതായി ജീവിച്ച്, പുതിയ സൃഷ്ടികളായി ജീവിച്ച്, അവർ ദൈവത്തോടുകൂടെ നടന്ന്, അവർ ദൈവത്തോടുകൂടെ ഉറങ്ങി, അവർ ദൈവത്തോടുകൂടെ കാഴ്ചപ്പാടുകൾ കണ്ട്, അവർ ദൈവത്തിൻ്റെ കരത്തോട് പറ്റിച്ചേർന്ന് അവർ പുതിയ യുഗത്തിൽ ജീവിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെല്ലാം നന്നായി തുടങ്ങിയവരായിരുന്നില്ല, എന്നാൽ നന്നായി അവസാനിപ്പിച്ചവരായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം എൻ്റെ മുൻകാലങ്ങളെ മറയ്ക്കുന്ന ദൈവമാണ്. യെശയ്യായുടെ പുസ്തകം 65-ാം അധ്യായം 16-ാം വാക്യത്തിലെ അവസാനത്തെ ഭാഗം, എൻ്റെ മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പത്രോസ് അപ്പസ്തോലൻ പീലാത്തോസിൻ്റെ ഭവനത്തിൽ
യേശു ക്രിസ്തു അതികഠിനമായി പീഡിപ്പിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ ആ മനുഷ്യനെ അറിയുക പോലും ഇല്ല എന്ന് പറഞ്ഞ് ഈ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അപ്പോസ്തലൻ, ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് യേശുവിനെ പടയാളികൾ ബന്ധിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെ സ്വന്തം രക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട ഗുരുവിനെ മറന്നുപേക്ഷിച്ച പത്രോസ് അപ്പോസ്തലൻ, കുരിശിൻ്റെ ചുവട്ടിൽ യേശു ക്രിസ്തു അതികഠിനമായ പീഡകളോടുകൂടെ കുരിശിൽ മരിച്ചപ്പോൾ ഒരു സെക്കൻഡ് കുരിശിനോട് ചേർന്ന് വെക്കാൻ ധൈര്യം കിട്ടാതെ ഭീരുത്വത്തിൻ്റെ പിടിയിലമർന്ന പത്രോസ് അപ്പോസ്തലൻ, ആ അപ്പോസ്തലനും ഒരു നാൾ പൊട്ടിക്കരഞ്ഞ് യേശുവിനെ ഓർത്ത് അവൻ ദീനം അവൻ വിങ്ങി വിങ്ങി കരഞ്ഞ് യേശു അവൻ്റെ ജീവിതത്തെ വീണ്ടും സ്പർശിച്ച് ലോകത്തിലേക്ക് വെച്ച് അതിശക്തമായി സുവിശേഷം പ്രസംഗിച്ച സുവിശേഷ പ്രസംഗകരുടെ നിലയിലെ അതിവീരനായ വീരപരാക്രമിയായ വീരരക്തസാക്ഷിയായി പത്രോസ് അപ്പോസ്തലൻ രക്തസാക്ഷികളുടെ മുമ്പിൽ ഒന്നാം സ്ഥാനത്ത് നിന്നു. അവനും പത്രോസ് അപ്പോസ്തലനും ദൈവം ഒരു പുതിയ യുഗം നൽകി. ഭീരുത്വത്തിൻ്റെ, ഭയത്തിൻ്റെ, പാപത്തിൻ്റെ, ദൈവത്തെ ഉപേക്ഷിക്കുന്നതിൻ്റെ, നന്ദികേടിൻ്റെ ഒരു ചരിത്രത്തെ ദൈവം എടുത്തു മാറ്റി. ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്നതിൻ്റെ, ദൈവത്തോടുകൂടെ വീരോചിതമായി ജീവിക്കുന്നതിൻ്റെ, ദൈവത്തിനു വേണ്ടി വീരോചിതമായി മരിക്കുന്നതിൻ്റെ വീരരക്തസാക്ഷിത്വത്തിൻ്റെ കിരീടം ദൈവം പത്രോസ് അപ്പോസ്തലന് കൊടുത്തു. അവൻ പറഞ്ഞു, എൻ്റെ ഗുരു മരിച്ചതുപോലെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എന്നെ തല കീഴായി കുരിശ് തറച്ചാലും തല കീഴെ കുരിശ് തറയ്ക്കാൻ തക്കവണ്ണം യഹൂദന്മാരുടെ മുഖത്ത് നോക്കി നിങ്ങൾ കുരിശ് തറച്ച് കൊന്ന യേശു ദൈവപുത്രനാണെന്ന് പറയാൻ തക്കവണ്ണം അവൻ ഭീരുത്വം വിട്ട് ധൈര്യത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചു. അവന് ഒരു പുതിയ ജീവിതം, ഒരു പുതിയ യുഗം ദൈവത്തോട് കൂടെ ഉണ്ടായി. ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ പാപത്തിരിക്കുന്ന, ഒരുപക്ഷെ ദൈവത്തെ തള്ളി പറഞ്ഞ് നന്ദികേട് കാണിച്ച്, ഒരുപക്ഷെ ദൈവത്തോട് അവിശ്വസ്ത പുലർത്തി, ഒരുപക്ഷെ ദൈവത്തോട് വിപരീതമായി നടന്ന് ഒത്തിരി കാലങ്ങൾ ക്രമക്കേടിൽ നടന്നവരായിരിക്കാം. എങ്കിലും മകനെ, മകളെ, നീ നിരാശപ്പെടരുത്. നിനക്കൊരു പുതിയ യുഗം തരാൻ നിന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീ ഇന്ന് കരയുക, നീ ഇന്ന് നിന്റെ യേശുവിനെ വിളിക്കുക. യേശു ക്രിസ്തുവിന് നിനക്കൊരു പുതിയ യുഗം തരാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഞങ്ങളുടെ മുൻകാല ചരിത്രം മറച്ച് ഒരു പുത്തൻ യുഗം തരാൻ വേണ്ടി ഞങ്ങളുടെ ജീവിതം ഇടപെടുന്നവനായ യേശുവേ, ഈ രാത്രി ഞാൻ നിന്നെ വിളിക്കുമ്പോൾ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ നാമം വിളിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എൻ്റെ ചരിത്രത്തെ മാറ്റണമേ. അന്ധകാര ചരിത്രത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിൻ്റെ ഒരു പുത്തൻ ചരിത്രത്തിലേക്ക് എൻ്റെ കൈ പിടിച്ച് എന്നെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. പുതിയ യുഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന യേശു ക്രിസ്തു ദിവ്യകാരുണ്യ രൂപനായി എഴുന്നള്ളിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും കർത്താവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ധകാര യുഗത്തിൽ നിന്ന് ദൈവിക അഭിഷേകത്തിൻ്റെ യുഗത്തിലേക്ക് നയിക്കുന്നവനാണ് കർത്താവ്. ഫ്രാൻസിസ് സാലസ് വലിയ അരിശത്തിൻ്റെയും കോപത്തിൻ്റെയും യുഗത്തിലിരുന്ന് യേശു കർത്താവിനെ വിളിച്ചപ്പോൾ ഫ്രാൻസിസ് സാലസ് ശാന്തതയുടെയും ക്ഷമയുടെയും വിശുദ്ധനായി മാറി. ഫ്രാൻസിസ് സാലസിൻ്റെ കോപം അരിശമെല്ലാം കഴിഞ്ഞ യുഗത്തിൽ എന്തോ സംഭവിച്ചതുപോലെ കാണാമറയത്ത് തള്ളപ്പെട്ടു. ഫ്രാൻസിസ് സാലസ് ഇന്ന് ക്ഷമയുടെയും ശാന്തതയുടെയും വിശുദ്ധനാണ്. ഇന്ന് നിങ്ങൾ എന്ത് വിഷമത്തിലാണോ ഇരിക്കുന്നത്, എന്ത് തകർച്ചയിലാണോ ഇരിക്കുന്നത്, എന്ത് തരത്തിലുള്ള സ്വഭാവ വേദനയിലാണോ ഇരിക്കുന്നത്, ആ സ്വഭാവ തകർച്ചയിലേക്ക് യേശുവിനെ വിളിക്കുക. യേശു ക്രിസ്തു ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുന്നവനത്രേ. രണ്ട് കരങ്ങൾ ഉയർത്തി കരഞ്ഞ് യേശുവിൻ്റെ നാമത്തെ വിളിക്കുക. യേശു ക്രിസ്തു രക്ഷിക്കുന്ന കർത്താവ് എത്രയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പൊട്ടിക്കരഞ്ഞ് യേശുവിനെ വിളിക്കട്ടെ. രക്ഷയുടെ നാഥനെ വിളിക്കട്ടെ. രക്ഷയുടെ കർത്താവിനെ വിളിക്കട്ടെ. ഇതാ രക്ഷയുടെ രാജാവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങി വിളിക്കുക. യേശുവിനെ വിളിക്കുക. യേശുവേ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ. എൻ്റെ പേര് സിബി. ഞാൻ തൃശ്ശൂർ ജില്ലയുടെ വരന്തരപ്പള്ളിയിൽ പള്ളിക്കുന്ന് ഇടവകയാണ്. 12 വർഷമായിട്ട് എനിക്ക് തുമ്മലിൻ്റെ അലർജി ഉണ്ടായിരുന്നു. ചില ഭക്ഷണ പദാർത്ഥങ്ങളോട്, പ്രത്യേകിച്ച് പാല്, തൈര്, അച്ചാർ, അങ്ങനെ ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ
പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും ഭയങ്കര തുമ്മലായിരിക്കും, അതുപോലെ മൂക്കിൽ നിന്ന് വെള്ളം പോലെ ഒഴുകുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഇവിടെ ആദ്യത്തെ ദിവസം തൈര് തന്നപ്പോൾ അത് കഴിക്കണോ വേണ്ടേ എന്ന് ഇങ്ങനെ സംശയിച്ചിട്ട് പിന്നെ ചിന്തിച്ചു, കഴിച്ചേക്കാം, ദൈവത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയല്ലേ, ധൈര്യമായിട്ട് കഴിക്കാമെന്ന് ചേർത്ത് ഞാൻ കഴിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാനത് എഴുതിയിട്ടായിരുന്നു. എനിക്കിങ്ങനെ 12 വർഷമായിട്ട് തുമ്മലുണ്ടായിരുന്നു. ഇപ്പൊ പൂർണ്ണമായിട്ടും മാറി. ഇതുവരെ പൂർണ്ണമായിട്ടും എത്ര വർഷമായിട്ടുള്ള പ്രശ്നമാണത്? ഒരു 12-13 വർഷമായിട്ട്. 12 വർഷത്തിലധികമായുള്ള ആ രോഗപീഠ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. കൈകൾ ഉയർത്തി അടിച്ച് കർത്താവിനെ വാഴ്ത്തപ്പെടാം. നാടിയെടുപ്പ് എല്ലാവർക്കും 75, എനിക്ക് മിനിറ്റിൽ 90 ആയിരുന്നു. ECG എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 90 ആണെന്ന്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ 1 മാസം അവിടുന്ന് മരുന്ന് കഴിച്ചിട്ട് ഞാനൊരു തീരുമാനമെടുത്തു, ഇനിയും മരുന്ന് കഴിക്കുന്നില്ല, ഞാൻ സെയ്യനിൽ പോയി ധ്യാനം കൂടിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സുഖമായി. ഇവിടെ തിങ്കളാഴ്ച മുതലാണ് എനിക്ക് നല്ല സൗഖ്യം കിട്ടിയത് ഇവിടെ വന്ന്. പിന്നെ എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കത്തില്ലായിരുന്നു, പച്ചവെള്ളത്തിൽ കുളിച്ചു. പിന്നെ കാലുവേദനയും നടുവേദനയും ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ സൗഖ്യപ്പെട്ടു. കാലുവേദന നടുവേദന എത്ര നാളായിട്ടുള്ളതാണ്? 8 വർഷമായിട്ട് വീണെന്ന്. കാലുവേദനയും നടുവേദന വീഴ്ച തുടർന്നുണ്ടായതാണോ? വീഴ്ച തുടർന്നുണ്ടായതാ. കയ്യടിച്ച് ഈശോയെ ആരാധിക്കാം. എൻ്റെ പേര് ഹെൻറി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം മൂലം വളരെ പ്രയാസപ്പെട്ടിരുന്നു. അത് ഉണ്ടായവർക്ക് മാത്രമേ അതിനെ മനസ്സിലാവുകയുള്ളൂ, അതിൻ്റെ പ്രയാസം എന്തൊക്കെയാണെന്ന്. എന്തായാലും ഇന്നലെ രാവിലെ ഉറക്കം എണീറ്റ് ഞാൻ ബാത്റൂമിൽ പോകുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ വിടുത്തിരുന്ന തുണികളെല്ലാം നനഞ്ഞു. അത്രമാത്രം വേദന അനുഭവിച്ചു ഞാൻ. എന്നിട്ട് ഞാൻ ആ തുണികളെല്ലാം കഴുകിയിട്ടിട്ടാണ് വീണ്ടും ഞാനിവിടെ വന്നത്. ഉച്ചയ്ക്ക് പിന്നെ നമ്മുടെ സേവ്യർ അച്ഛൻ്റെ മുൻവശത്ത് വന്നു, തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. അന്ന് ആ സമയം മുതൽ എനിക്കതിൻ്റെ അനുഭവം ഉണ്ടായി. ഇന്നാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായും യാതൊരു അടയാളങ്ങളും അവശേഷിക്കാതെ ഞാൻ പൂർണ്ണമായിട്ട് സ്വതന്ത്രനായി. യേശുവെ നന്ദി. യേശുവെ. എത്ര വർഷമുള്ള രോഗപീഠയാണത്? 7 വർഷമായി. 7 വർഷമായുള്ള ഈ കഠിനമായ രോഗപീഠ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. എഴുന്നേറ്റ് കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.